1 മണിക്കൂർ തികച്ചില്ല മത്സരം ആരംഭിക്കാൻ, അരമണിക്കൂർ തികച്ചില്ല ടോസിന്. എല്ലാ കണ്ണുകളും സഞ്ജു സാംസണിലേക്കാണ്. സഞ്ജു ഏതൊക്കെ ഷോട്ട് കളിക്കും, സ്ക്വയർ കട്ട് ചെയ്യുമോ, സ്ട്രൈറ്റ് ഡ്രൈവ് ആകുമോ, എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു വലിയ ഇന്നിങ്സ് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളും സഞ്ജുവിൻ്റെ ചിറകിലേറിയാണ് ഭാരതം ഇപ്പോൾ ഫൈനലിൽ എത്തി നിൽക്കുന്നത്. മറ്റു ബാറ്റർമാരൊക്കെ ചെറിയ കോൺട്രിബ്യൂഷനുമായി തിരിച്ചു പോകുമ്പോൾ സഞ്ജു അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നും സഞ്ജു കളിച്ചേ തീരൂ. സഞ്ജുവിൻ്റെ മികവ് വേണം, മറ്റു ബാറ്റർമാരും നന്നായി കളിക്കണം. ഒപ്പം നമുക്കിപ്പോൾ ആശങ്കയായുള്ളത് വരുൺ ചക്രവർത്തിയും ആർഷ്ദീപ് സിംഗുമാണ്. ഈ 2 പേരും അവരുടെ പ്രതിഭയുടെ മികവിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ കൂടി നന്നായി പന്തെറിഞ്ഞാലേ, ബുംറയെ പോലൊരു സ്റ്റാർ ബൗളർക്ക് പിന്തുണ കൊടുത്താലേ നമുക്ക് കിരീടം നേടാനാകൂ. മറുവശത്ത് ന്യൂസിലൻഡ് മികച്ച ടീമാണ്. 6-7 ഓൾറൗണ്ടർമാർ അവരുടെ ടീമിലുണ്ടാകും, അതുറപ്പാണ്, ക്യാപ്റ്റൻ അടക്കം. അവരുടെ പെർഫോമൻസ് കാത്തിരിപ്പാണ് നമ്മൾ. ഏതായാലും ഈ ഗ്രൗണ്ടിൽ ചരിത്രം നമുക്ക് അനുകൂലമല്ല, 2020 വേൾഡ് കപ്പിലെ ചരിത്രവും നമുക്ക് അനുകൂലമല്ല. പക്ഷേ നേടേണ്ടത് നേടാൻ ഉറച്ച് സൂര്യകുമാർ യാദവും കൂട്ടരും ഇറങ്ങിയാൽ കപ്പുമായി തിരിച്ചു വരും.